ഹായ്. കമ്മ്യൂണിക്കേഷനിൽ ടോൺ, വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവർ സംസാരിക്കുന്ന ടോണിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് വാക്കുകൾ ആക്ച്വലി മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ടോൺ എന്ന് പറയുന്നത് ഇമോഷൻസ് ഹൈഡായിട്ടിരിക്കുന്ന അവരുടെ ഇമോഷൻസ് നമുക്കറിയാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ മകൻ കാറിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അച്ഛൻ മകനോട് പറയാണ് ഫോണിൽ പാട്ടിടൂന്ന്. അപ്പോൾ ഫോണിൽ ഈ മ്യൂസിക് ഇടുന്ന സമയത്ത് ഒരു കോള് വരുന്നുണ്ട്, പക്ഷെ അത് മിസ് കോളായി, അതും കട്ടായി. അപ്പോൾ അച്ഛൻ വിചാരിച്ചത് എന്താണ്, ഈ മകൻ അത് കട്ട് ചെയ്തതാന്നുള്ളത്. അപ്പോൾ അച്ഛൻ റേസ് ചെയ്യാണ്, എന്തിനാ കോള് കട്ട് ചെയ്തത്? അപ്പോൾ മകൻ പറയുകയാണ്, അതേ ടോണിൽ മകൻ പറയുകയാണ്, ഞാൻ തന്നെ കട്ട് ചെയ്യണമെന്നുണ്ടോ, അത് അവർ കട്ട് ചെയ്തതായിക്കൂടെ? അപ്പോൾ ഈ ടോൺ ശ്രദ്ധിച്ചില്ലേ? ഈ ടോൺ അവിടെ അച്ഛൻ്റെ ഈഗോ ഹർട്ട് ചെയ്തു. അവിടെ ഒരു നിനക്ക് അടിയുടെ കുറവാണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് അവിടെ വരുന്നു. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് മകൻ ഇങ്ങനെ പറയാം, അച്ഛാ അത് ഞാൻ ആക്ച്വലി കട്ട് ചെയ്തതല്ല, അത് മിസ് കോൾ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ ഒന്ന് സൈലൻറ്റ് മോഡിൽ ആ ടോൺ ഒന്ന് താഴ്ത്തി സംസാരിക്കുമ്പോൾ അവിടെ പ്രോബ്ലം ഇല്ലാതാകുന്നു. അവിടെ മറ്റൊരാളുടെ ഈഗോയെ ഹർട്ട് ചെയ്യിപ്പിക്കാതെ സംസാരിക്കാൻ സാധിക്കും. സോ നമ്മളിത് ഏത് സിറ്റുവേഷനിലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടോൺ എപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചിട്ട് പറയാൻ ശ്രമിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവിടെ നടത്താൻ സാധിക്കും. സോ ഇറ്റ്സ് മീ നീതു, മൈൻഡ്